ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജയന്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ നാസിക്കിൽ TCS ഉണ്ടായ വിവാദം അറിഞ്ഞിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ഈ വാർത്ത നമ്മൾ ടേക്കപ്പ് ചെയ്തിരുന്നു. ആക്ച്വലി നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ടേക്കപ്പ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് വലുതായിട്ട് ഇത് ആരും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ന് അത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. കാരണം ഈ രാജ്യത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് TCSൽ മാത്രം നടക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഇത് രാജ്യം മുഴുവൻ കത്തിപ്പടഞ്ഞ ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് രാജ്യത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറാനായിട്ട് സാധ്യത. നമ്മൾ ഇതുപോലെ നേരത്തെ കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ധർമ്മസ്ഥല എല്ലാവരും ആദ്യം ഒന്നും ടേക്കപ്പ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. പക്ഷെ നമ്മൾ ധർമ്മസ്ഥല കൃത്യമായിട്ട് ഒരു വാർത്ത കൊടുത്ത് ഒരു സ്ഥലത്ത് നിർത്തി. അതിനുശേഷം ധർമ്മസ്ഥല നമ്മൾ വെയിറ്റ് ചെയ്തു, ഇത് എവിടെയാണ് പോയി അവസാനിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഇതിൽ യാതൊരുവിധ തെളിവും അവിടെ നിന്നും കിട്ടിയില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ, അതാദ്യം നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ എങ്കിലും കിട്ടിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും ധർമ്മസ്ഥല ടേക്കപ്പ് ചെയ്തത്. അങ്ങനെ ധർമ്മസ്ഥല നമ്മൾ ടേക്കപ്പ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ TCSനെ നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ TCSൽ ജോലി ചെയ്യുന്ന, ഈ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ വലയിൽ കൊടുക്കാനായി അതിനകത്ത് ഒരു പറ്റം ജിഹാദി പുരുഷന്മാർ കയറിപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കയറിപ്പറ്റി എന്നുള്ളതല്ല, അവരവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരവിടെ എടുത്തിരിക്കുന്നത് അവിടെയുള്ള HR എന്ന് പറയുന്ന നിദാ ഖാനെയാണ്. അപ്പൊ ഇവർ നിരന്തരമായിട്ട് ഈ പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ഈ സ്ത്രീകൾ ദുരനുഭവം നേരിടുമ്പോൾ ഇവർ പോയി HR കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ യാതൊരുവിധ നീക്കുപോക്കും ഉണ്ടാകുന്നില്ല. അതിനുശേഷമാണ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നത്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസ് ആ TCSൽ പ്യൂണായും അവിടെയുള്ള മറ്റ് ജീവനക്കാരായും അതിനകത്ത് നുഴഞ്ഞു കയറി അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിലാണ് ഇതിനകത്ത് 7ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇൻ ദ സെൻസ് ഈ പീഡനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് സാലറി ഹൈക്ക് വേണമെങ്കിൽ ബീഫ് കഴിക്കണം, സാലറി ഹൈക്ക് വേണമെങ്കിൽ ഇവരെ നമാസ് ചെയ്യണം. പോരാത്തതിന് ഇവരെ ഈ ലൈംഗിക ചൂഷണം ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചു കഴിഞ്ഞ് ഇവര് തന്നെ വേറൊരാൾ എന്ന് പറയും, നിങ്ങൾ ഈ ബുർഖ ഇടാതെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ അവർ ലൈംഗിക ചൂഷണം ചെയ്യാനായി ശ്രമിക്കുന്നത്. അതായത് ഒരു കോർപ്പറേറ്റ് ജിഹാദാണ് അവിടെ നടന്നിരിക്കുന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ലെങ്കിലും അവിടെ നടന്നിരിക്കുന്നത് അതാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് ഉപയോഗിച്ചേ പറ്റൂ, മസ്റ്റാണ്. കോർപ്പറേറ്റ് ജിഹാദാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ഇത് മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പാൻഡ് ആവുകയാണ്. എന്താണ് തോന്നുന്നത്? നമ്മളെ ആദ്യം പറഞ്ഞ വാക്കുകൾ തന്നെ എടുക്കാം. ഈ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മുടെ മറ്റേ ചാനലില് നമ്മൾ ഇത്തരം വാർത്തകൾ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാകാറില്ല. അത് ആളുകൾ പറയും നമ്മൾ ഈ ഹിന്ദു വർഗീയവാദികളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണെന്ന് പറയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചാളായിട്ട് കൊടുക്കാറില്ല. പക്ഷെ ഇത് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് വലുതായിട്ട് കേരളത്തിലടക്കം മുഖ്യധാര മാധ്യമങ്ങൾ അത് എടുത്തിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ വ്യാപ്തി അവിടെ അല്ല. ഇതൊരു 12 പെൺകുട്ടികൾ ഒതുങ്ങുന്നതല്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഹിന്ദു പെൺകുട്ടികളാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ എല്ലാവർക്കും തെറ്റി. 3 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതിലുണ്ട്. ഇതൊക്കെ ദീപിക പത്രവും ചില മെത്രാന്മാരും ഒക്കെ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക, ചെവി പൊത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ 3 ക്രിസ്ത്യൻ പെൺകുട്ടികളും ഇതിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്രിസ്ത്യൻസും ബാക്കിയുള്ളത് 4 ഹിന്ദു പെൺകുട്ടികളുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള ഈ ലൈംഗികപരമായ സംസാരമോ കൈ ചൂണ്ടലോ ഇനി എന്തെങ്കിലും തരത്തിൽ ഹർട്ട് ചെയ്യുന്നതോ ആയ സംസാരം ഉണ്ടായി HR പരാതിപ്പെട്ടാൽ 10 ദിവസത്തിനകം നടപടി എടുക്കണം, ഇല്ലെങ്കിൽ അത് പോലീസിന് ഫോർവേഡ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഈ പീഡനമൊന്നുമല്ല, ഈ ചെറിയ ചെറിയ ഹറാസ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഓഫീസിലുള്ള പെൺകുട്ടികൾക്ക്, അത് 10 ദിവസത്തിനുള്ളിൽ നടപടി എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പരാതി പോലീസിന് കൈമാറണം എന്നുള്ളത്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പെൺകുട്ടികളെ കൂടുതൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേറ്റിന്റെ ഫാം ഹൗസുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തപ്പോഴാണ് മനസ്സിലായത്, മലേഷ്യയിലുള്ള സക്കീർ നായിക്കിന്റെ ഇൻസ്ട്രക്ഷൻസിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതി ഇത് ഇന്ത്യയിലെ എല്ലായിടത്തുമുണ്ട്. അങ്ങനെ വളരെ വിശാലമായി തന്നെ ഇത് വിവിധ കമ്പനികളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു റാക്കറ്റാണ്. അതായത് ഈ പറയുന്ന ടാറ്റയുടെ കൺസൾട്ടൻസി മാത്രമല്ല ഇതുള്ളത്, മറ്റിടങ്ങളിലും ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാരുടെ ഒരു ശൃംഖല നമ്മൾ കണ്ടതാണ്, വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറഞ്ഞിട്ട്. ഈ ഡോക്ടർമാർ ചെങ്കോട്ടയിലൊക്കെ സ്ഫോടനം നടത്തി. അപ്പൊ ഡോക്ടർമാരുടെ ഇത് വ്യാപകമാണ്. ഇപ്പോൾ ഇത് എല്ലായിടത്തും. മുൻപ് ഉത്തർപ്രദേശിൽ അടക്കം ഈ മുസ്ലിം വ്യാപാരികളുടെ കടയിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾ അവിടുന്ന് പതുക്കെ തന്നെ വിട്ടു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ അവിടെ കടകൾ ബഹിഷ്കരിച്ചു തുടങ്ങിയിരുന്നു. അന്ന് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചില സംഘടനകൾ പറഞ്ഞത് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. കയ്യിരിപ്പ് മോശമായതുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. ഈ മുസ്ലിം ഡോക്ടർമാർ ഇത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു ഭീകരന്റെ അടുത്ത് ചികിത്സ തേടിപ്പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണോ ഇന്നലെയും ഒരു ഡോക്ടറെ ലക്നൌവിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു ഡോക്ടറെ ലക്നൌവിൽ നിന്ന് വാരണാസിയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ എന്ത് വിശ്വസിച്ചാണ് ഇത്തരക്കാരിലേക്ക് പോകുന്നത്? അതായത് ഇത്തരക്കാര് വിദ്യാഭ്യാസം കുറവുള്ളപ്പോഴാണ് ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നതാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് പോകുന്നത്. നമുക്കറിയാം IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം വേണം. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നമ്മൾ കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരക്കാർ ട്രെയിനിലുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് മറ്റു യാത്രക്കാർ ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇനി അങ്ങനെ പോകുന്ന ഒരു നിലയിലേക്ക് വരും. UP-യിലടക്കം ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് യോഗി ആദിത്യനാഥ് ഒരു നിയമം കൊണ്ടുവന്നു. കടയുടെ മുൻപിൽ ആ കടയുടെ ഉടമസ്ഥന്റെ പേരും ഫോൺ നമ്പറും നിർബന്ധമായി പ്രദർശിപ്പിക്കണമെന്ന്. അന്നേരം ഇവിടുത്തെ ചില ചാനലുകൾ ഉൾപ്പെടെ വലിയ ചർച്ച നടത്തി. അവർ പറഞ്ഞത് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാകത്തില്ലേ മൂന്നാകത്തിൽ എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ കൈയിരിപ്പ് ശരിയല്ല. ഇവരാണെന്നുണ്ടെങ്കിൽ മറ്റവർക്ക് അവിടെ കയറാതിരുന്നൂടെ? അത് നിങ്ങൾക്ക് എന്താണ് ഇത്ര വേവലാതി? ഇനി ആ കട എഴുതി വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമാണ് ആ കടയിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കയറി കഴിച്ചോളൂ, ഒരു വിരോധമില്ല. കാരണം പേരെഴുതി വെച്ചു എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. തെറ്റിദ്ധരിപ്പിച്ചാരെയും കേട്ടാതിരിക്കാമല്ലോ. പക്ഷെ ഇവിടെ സംഭവിച്ച ടാറ്റ കണക്കൊരു കമ്പനി അവിടെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കും. കാരണം വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് ഈ ടാറ്റയിലെ സ്റ്റാഫുകളെ നിയമിക്കുന്നത്. നമുക്കറിയാം മറ്റ് കമ്പനികളെ പോലെയല്ല, വളരെ കൃത്യമായി തന്നെ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. അവിടെ എങ്ങനെയാണ് ഈ നദീം ഖാൻ എന്ന് പറയുന്ന ഒരു HR മാനേജർ വന്നത്? ഈ HR മാനേജർ വന്നതിന് ശേഷമാണ് മറ്റുള്ളവർ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ അന്വേഷണ വിധേയം. അപ്പൊ മറ്റ് എന്തെങ്കിലും അതിന് ടോപ്പിൽ ഇരുന്ന് ആരെങ്കിലും അതിന്റെ വലിയ പണം വാങ്ങിക്കൊണ്ട് ഇവരെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു ജിഹാദിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ അനവധി മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിപ്പം വേദനാജനകമാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അവിടുത്തെ മറ്റു ചില സ്ഥാപനങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ ഒഴിവാക്കുന്നു. അത് പറയുമ്പോൾ നിരപരാധികളുണ്ട് തന്നെ. പക്ഷെ നമ്മൾ എല്ലാവരെയും ഈ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല. അതിൽ കുറെ നിരപരാധികളും കാണും. പക്ഷെ നിരപരാധികളും അപരാധികളും എല്ലാം തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഗുജറാത്തിലും മറ്റിടങ്ങളിലും അടക്കം ജോലി ചെയ്യുന്ന ഈ ഇത്തരം ഒരു വിഭാഗത്തിൽപ്പെടുന്നവരെ പതുക്കെ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇവര് കാരണം ഈ പാവപ്പെട്ടവർ പോലും, ഇതിനകത്ത് നിരപരാധികളായുള്ളവർ പോലും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കുറച്ചു നാൾക്ക് മുമ്പ് UP എന്നൊരു വാർത്ത കേട്ടിരുന്നു. അവിടെ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പേരിനോടൊപ്പം പട്ടേൽ, രജപുത് എന്നൊക്കെ ചേർക്കുന്നു. നമ്മൾ ന്യൂസിന്റെ മലയാള വാർത്ത കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികന്മാർ ഈ രജപുത്തും പട്ടേൽമാരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തിനാണ് ആ വാൽ ഉപേക്ഷിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദ് പട്ടേൽ, മുഹമ്മദ് രജപുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചേർക്കുന്നു. അപ്പൊ അതെന്ത് ഞങ്ങൾ കളയുന്നതാണ് അവർ ചോദിച്ചത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ പേരുകൾ ഹിന്ദു പേരുകൾ, ഇത് മുമ്പ് ക്രിസ്ത്യൻസ് ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അതായത് ഹിന്ദു പേരുകൾ യൂസ് ചെയ്യുക. പക്ഷെ അവിടെ ഈ സർനെയിമിനകത്ത് അത് കാണില്ല. പക്ഷെ ഹിന്ദു പേരുകൾ യൂസ് ചെയ്തുകൊണ്ട് സംഗീത, ബിന്ദു, സിന്ധു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളായിരിക്കും. ആണുങ്ങളാണെങ്കിലും രോഹിത്, രാഹുലൊക്കെ കോമൺ വരാ. ഇതേപോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി നോർത്ത് ഇന്ത്യയിലടക്കം ഇത്തരം പേരുകളാണ് ആൺകുട്ടികൾക്കൊക്കെ മുസ്ലിം വിഭാഗത്തിലിടുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. എന്നിട്ട് ഈ പേരിന്റെ അപ്പുറത്ത് അവർ മുഹമ്മദ് എന്നോ കാസിം എന്നോ അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് വലിയ സ്റ്റഡി നടത്തുകയുണ്ടായി. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പേരുകൾ എല്ലാത്തിനും സൗകര്യപ്രദമാണ്. ഈ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ എവിടെ വേണേൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ലവ് ജിഹാദ് കേസുകളിൽ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ പിടിക്കുമ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നത് രാജു എന്ന് പറഞ്ഞാണ് എന്നെ പ്രണയിച്ചത്, രാഹുൽ എന്നാണ് പറഞ്ഞാണ് എന്നെ പ്രണയിച്ചത്, ബാബു എന്നാണ് പറഞ്ഞാണ് എന്നെ പ്രണയിച്ചത്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ബീഫ് തീറ്റിക്കാൻ നിർബന്ധം. ഈ ബീഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളവരുടെ ധാരണ ഈ BJPക്ക് വലിയ പ്രശ്നമാണ് ബീഫ്. BJPക്ക് ഒരു പ്രശ്നവുമില്ല ബീഫ് കഴിക്കുന്നുണ്ട്. ബീഫ് കഴിക്കുക കഴിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിക്കാതെ അത് ഇഷ്ടപ്പെടാത്ത ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ അണ്ണാക്കിലേക്ക് ഇത് തള്ളിക്കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അവർ തിരിച്ചടിക്കുന്നത്, അല്ലെ? സ്വാഭാവികമായി തന്നെ. അപ്പൊ അത് അവരുടെ മതവികാരം വ്രണപ്പെടുകയാണ്. ഇപ്പൊ ഒരു ബ്രാഹ്മണൻ, അയാള് മത്സ്യമാംസാദികൾ കഴിക്കില്ല, അയാളെ ഞാൻ നിർബന്ധിച്ച് മീനും ഇറച്ചിയും കഴിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ കുട്ടിക്കാലം മുതലേ തുടർന്നു വന്നൊരു സിസ്റ്റം ഉണ്ട്. അയാൾ ഒന്നുകിൽ അയാൾക്ക് ഒരു ട്രോമോ സ്റ്റേജിലേക്ക് പോകും. അയാളുടെ മെന്റലി അയാൾ ഭയങ്കരമായി ബുദ്ധിമുട്ടും. മദ്യപിക്കാത്ത ഒരാൾക്ക് വായിൽ മദ്യം ഒഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അയാള് വല്ലാതാകും, അല്ലെ? ഈ ഒരു അവസ്ഥ, അതും ഒരു ബലാത്സംഗം തന്നെയാണതും, ഒരു പീഡനം തന്നെയാണതും, നിർബന്ധിച്ചിട്ട് ആ ഒരു ക്രൂര കൃത്യം തന്നെയാണത്. അതാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തെ മുഴുവൻ ഈ എന്താണ് പറയുന്നത് ഒരു സൈഡിലേക്ക് ഒതുക്കുന്നത് ഈ സമൂഹത്തിൽ തന്നെ പെടുന്നവരാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും സ്റ്റാഫുകൾ ഒഴിവാക്കി തുടങ്ങി. ഇതിനകത്ത് പാവപ്പെട്ടവരുണ്ടാകും, നിവൃത്തികേടുകൊണ്ട് ജോലിക്ക് വരുന്നവരുണ്ടാകും. അവരൊക്കെ നിരപരാധികളായിരിക്കും. ആ നിരപരാധികൾ കൂടി പോകുന്നില്ലേ? ഇപ്പോൾ തന്നെ ഒരു അരികു പറ്റിക്കഴിഞ്ഞു ഒരു വിഭാഗം. അവരിപ്പോഴും മനസ്സിലാകുന്നില്ല അവർ അരികു പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ അരികു പറ്റിപ്പോകുന്നത്. ഇവിടെയാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം. ഏതായാലും ഇത് വ്യാപകമായ രീതിയിൽ ഒരു സൈഡിൽ ഈ പറയുന്ന നവസഭക്കാർ ക്രിസ്ത്യാനിയിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് മുസ്ലിമിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാം തമ്മിൽ പെറ്റുപെരുകുന്നു. അങ്ങനെ വല്ലാത്ത അവസ്ഥയാണ് പോകുന്നത്.
മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, ഈ പറയുന്ന രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഇത് എത്രയൊക്കെ മതം മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മതം മാറ്റിയവരൊക്കെ തിരിച്ചു വരുന്നതിനാണ് ഗർഭാപ്പസി എന്ന് പറയുന്നത്. അത് തിരിച്ചു വരാറുണ്ട്. അത് നിർബന്ധപൂർവ്വം ഒരാളെ മതം മാറ്റി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ആ മതത്തിലെ ആളാകി മാറും? അതൊരു ചോദ്യമല്ല. ആ ചോദ്യം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മോണോലിസ കല്യാണം കഴിച്ചതിനകത്ത് മീഡിയ വൺ ചാനലിലെ ചർച്ചയിൽ അവതാരകൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ ഗോത്രവർഗ ആചാരപ്രകാരം 18 വയസ്സൊന്നും വേണ്ട കല്യാണം കഴിക്കാനെന്ന്. 18 വയസ്സ് വേണ്ട, ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിന് ഞാൻ 100% മാനിക്കുന്നത്. വേണ്ട, അവർ ഗോത്രവർഗ ആചാരപ്രകാരം അത് താഴ്ന്ന വയസ്സ് മതി. പക്ഷെ അത് കല്യാണം കഴിക്കേണ്ട ആ ഗോത്രവർഗത്തിൽപ്പെട്ട ആളെയാണ്, അല്ലാതെ എവിടെയോ കിടക്കുന്ന സുഡൂനെ അല്ല. സുഡൂനെ കല്യാണം കഴിക്കണമെങ്കിൽ നിയമപരമായിട്ട് ഇന്ത്യൻ നിയമം തന്നെ പാലിക്കണം. ഈ ഒരു കേസ് വന്നിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ. മീണ ലാൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കേസ് കൊടുത്തു. ആ കേസിനകത്ത് പറഞ്ഞിരുന്ന കാര്യം, രണ്ടും ഗോത്രവർഗമാണ് ധനുഷൻ. കേസ് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇയാള് മാനനഷ്ടം തരണം. മാനനഷ്ടം ഇയാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ ഇയാളുടെ സ്വത്തുക്കളും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലാതാകും നിങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ. അപ്പൊ പറഞ്ഞു, അപ്പൊ പിന്നെ നിങ്ങൾ ആരാണ്? അപ്പൊ ഇദ്ദേഹം വേറൊരു കാസ്റ്റിൽ പെടുന്നതാണ്. സോറി, അദ്ദേഹത്തിന്റെ പേരല്ല മീണ എന്ന് പറഞ്ഞൊരു കാസ്റ്റാ, ഈ സബ് കാസ്റ്റ് ആണ്, ഈ താഴെത്തട്ടിലുള്ള. മീണ എന്ന് പറയുന്നത് മറ്റൊരു മതമാണ്, ഹിന്ദുവും ക്രിസ്ത്യനും പോലൊരു മതമാണ്. കോടതിക്ക് പ്രാന്ത് പിടിച്ചു കേട്ടോ. കോടതി പറഞ്ഞു, ഇതിനൊക്കെ ഉടായ്പ വേണ്ടി മേലെ ഇവിടെ വരരുത്. ഇപ്പൊ ഉള്ള മതങ്ങളെ തന്നെ ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോ മതത്തിനും ഓരോ നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓടിച്ചൊരു കേസ് ഉണ്ടായിരുന്നു അതിനകത്ത്. നിങ്ങൾ ഹിന്ദു മതത്തിൽ തന്നെ പെടുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആ വിഭാഗമല്ല, ഞങ്ങളൊരു മതമാണ്, ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഒന്നും കൊടുക്കണ്ടെന്ന്. ഹിന്ദു മതത്തിന്റെ ആ നിയമം അനുസരിച്ചിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ്, ഇവർ കൊടുക്കത്തില്ല. ആ ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ വിചിത്രമാണ് ഈ നിഷാദ് റാവത്തർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഗോത്രവർഗത്തിന്റെ ഇതനുസരിച്ചിട്ട് പ്രായം കുറഞ്ഞവർക്ക് കല്യാണം കഴിക്കാം. സുടുക്കളെ കെട്ടണമെന്ന് നല്ലത് പറയുന്നത്, അവരുടെ ഗോത്രത്തിനിടയിൽ തന്നെ അവരുടെ ആചാരപരമായി കല്യാണം കഴിക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ അതിനകത്ത് പ്രായം കുറഞ്ഞൊരു പെണ്ണിന് വേറൊരു പുരുഷൻ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും സിഖ് ആയാലും കല്യാണം കഴിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമം തന്നെയാണ് ബാധകം. അവരുടെ ഈ ഗോത്രവർഗത്തിന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട്, ചില പ്രിവിലേജുകൾ കൊടുത്തിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിന്. ആ പ്രിവിലേജ് അനുസരിച്ച് അവരുടെ ആചാരപ്രകാരം അവിടെ നടക്കുന്ന വിവാഹത്തിനാണ് ആ ആചാരങ്ങളും കാര്യങ്ങളും ഉള്ളത്. അതല്ലാതെ അവിടെ നിന്നൊരാൾ ഒരു സുഡൂനെയോ ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവിനെയോ കല്യാണം കഴിക്കുന്നതിനല്ല. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ. അപ്പൊ അതേപോലെ വ്യാപകമായ രീതി എന്താണ് മീഡിയ ഫീൽഡിലില്ലേ? മീഡിയ ഫീൽഡിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. വേൾഡ് മുഴുവനുണ്ട്. വേൾഡ് മുഴുവൻ പല അന്തർദേശീയ മാധ്യമങ്ങളിൽ അടക്കമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ പണം ഇവിടെയാണ് FRCയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. ഈ വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് വലിയ രീതിയിൽ തന്നെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കണക്ക് ചോദിക്കുമ്പോഴാണ് ഇവിടെ കിടന്ന് സുഡാപ്പികൾക്ക് ഇല്ലാത്ത വേദന മെത്രാന്മാർക്കുണ്ടാകുന്നത്. സുഡാപ്പികൾക്ക് എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ സുഡാപ്പികൾക്ക് വാ തുറക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് ഇപ്പം. കാരണം വാ തുറന്നാൽ കണ്ടാൽ തന്നെ കള്ളനാണ് വിളിക്കുന്നത്. ഇതോട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് കണക്ക് കൊടുത്താന്ന് ചോദിക്കും. മറ്റവർക്ക് അത് ഇപ്പൊ ആരും ചോദിക്കത്തില്ല. പക്ഷെ ഇപ്പൊ അവരും ആ നിലയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ ഏതായാലും ഇതിന്റെ അന്വേഷണം വളരെ വ്യാപകമായി തന്നെ ശക്തമായി തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.